ഇറച്ചി വില വർധനവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മട്ടൻ ബീഫ് ബിരിയാണി ഒഴിവാക്കാൻ ഹോട്ടൽ ഉടമകൾ നിർബന്ധിതരാകുന്നു എന്നാണ് വാർത്ത. 3 മാസത്തിനിടെ ആട്ടിറച്ചി വില കിലോയ്ക്ക് 900 രൂപയിൽ നിന്ന് 1000 കടന്നു. ബീഫ് 400-ൽ നിന്ന് 460-ലെത്തി. കോഴി വിലയാകട്ടെ 120 മുതൽ 130 എന്ന നിലയിലാണ്. കേരളത്തിൽ ആട് വളർത്തൽ കുറഞ്ഞതോടെ ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇറച്ചിക്കായി ആടുകളെ കൊണ്ടുവരുന്നത്. കോഴി തൂക്കും പോലെ കിലോയ്ക്ക് 350 രൂപ വെച്ചാണ് ജീവനോടെ ആടുകളെ തൂക്കുന്നത്. 3 ഇരട്ടി വിലയ്ക്ക് വിറ്റ് കച്ചവടക്കാർ വൻ ലാഭം കൊയ്യുകയാണെന്നാണ് പരാതി. തോൽ പൊളിച്ച് ഇറച്ചിയാക്കുമ്പോൾ മട്ടന്റെ വില 1000-ലേക്ക് എത്തും. കരൾ, കുടൽ, തലച്ചോർ, ആട്ടിൻതോൽ എന്നിവയ്ക്കും നല്ല ഡിമാൻഡാണ്. ഈ വർഷമാണ് ആട്ടിറച്ചി വില 1000 രൂപയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയത്. ഒരു വർഷത്തിനുള്ളിലാണ് ബീഫ് വില 380-ൽ നിന്ന് 460 വരെ ഉയർത്തിയത്. പല കച്ചവടക്കാരും പല വിലയാണ് ഈടാക്കുന്നത്. വില നിയന്ത്രിക്കാനോ ഏകീകരിക്കാനോ ഇടപെടൽ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും കഴിയുന്നില്ല. ഇറച്ചിക്ക് തീവിലയെങ്കിലും വിഭവങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. വില വർദ്ധിപ്പിച്ചാൽ അത് കച്ചവടത്തെ ബാധിക്കും. ഭൂരിഭാഗം ഹോട്ടലുകളിലും ചിക്കൻ ബിരിയാണിയിലേക്ക് മാറി. വെളിച്ചെണ്ണ വിലയിലെ കുതിപ്പും ഹോട്ടൽ ഉടമകൾക്ക് ഇരുട്ടടിയായി. മാംസവിപണന രംഗത്ത് നിലവിൽ കോഴിവില മാത്രമാണ് സർക്കാർ പരിശോധിക്കുന്നത്. ആട്, പോത്തിറച്ചി വിലയിൽ ഏകീകരണമില്ല. ചൂഷണം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.